ഗുഡ് ഈവനിങ്. മാറ്റിനിയുടെ പിന്നാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഇന്ന് ദുഃഖ വെള്ളി ആചരിക്കുകയാണ്. അപ്പൊ അതിന്റെ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ കുറച്ച് സൈക്കോളജിക്കൽ തലവും കൂടെ നമുക്ക് പ്രിയപ്പെട്ട സാമച്ചനോട് കേൾക്കാം. സാമച്ചൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്താണെന്ന് കൂടെ നമുക്ക് അച്ഛനിലൂടെ മനസ്സിലാക്കാം. സാക്രിഫിഷ്യൽ ലവ് എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഇത് നൽകിയതെന്ന് കുറിച്ച് അച്ഛൻ്റെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സാമച്ചൻ താങ്ക് യു സാബു സാർ. ഇന്നീ മഹത്തായ ദിവസം ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് സാക്രിഫിഷ്യൽ ലവ് എന്ന വിഷയത്തെ പറ്റി ചുരുക്കമായി സംസാരിക്കാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ എല്ലാവരോടും നന്ദി കരുതും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തിയായിരിക്കുന്ന, അതിനെ ചുക്കാൻ പിടിക്കുന്ന, അതുപോലെ മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന സാബു സാറിനോടുള്ള ഗീതവുമായ നന്ദി ആദ്യമേ ഞാൻ അർപ്പിക്കുകയാണ്. മാനവ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്നുള്ളത്. കാരണം നിരപരാധിയായ ഒരു വ്യക്തിയെ റോമ ഗവൺമെന്റിന്റെ ക്രൂശീകരണ അനുസരിച്ച് അല്ലെങ്കിൽ വിധി അനുസരിച്ച് ക്രൂശിൽ കയറ്റുന്ന ഒരു ദിവസം. കുറ്റവാളി അല്ലാത്ത ഒരാളെ കുറ്റവാളിയായി മുദ്ര ചാർത്തി വിചാരണ നടത്തി തികഞ്ഞ നിരപരാധിയായിട്ടും അപരാധിയാണ്, അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തുകൊണ്ട് ഒരു വലിയ ജനം പുറകാലെ വരുന്നു. അതുപോലെ ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്ന ക്രിസ്തു കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അത് സ്വയം ആ കഷ്ടതയെ സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്രത്തിൽ വളരെ ദുഃഖകരമായ വേദനാജനകമായ ഒരു ദിവസമായിട്ടാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷുകാർ ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നതിന് കാരണം ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ളത്. അതായത് ക്രിസ്തു സ്വയം യാഗമായി തീർന്നുകൊണ്ട് വലിയൊരു സമൂഹത്തെ രക്ഷിക്കുകയായിരുന്നു, വീണ്ടെടുക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ചെറുതോ വലുതോ ആയ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ തറക്കപ്പെടുകയായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ജീവിതത്തെ നാം സ്മരിക്കുമ്പോൾ ഏറ്റവും ത്യാഗപൂർണമായ ഒരു സ്നേഹം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്ന് സ്നേഹത്തെ പറ്റി എല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നില്ല. കാര്യം എന്താണ് സ്നേഹം എന്നുള്ളതിനെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളും ആലോചനകളും ചിന്തകളും ഒക്കെ ഉണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ആ സ്നേഹിക്കുന്നത് തെറ്റാണോ, ഞാൻ ഇന്നാളെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം, അല്ലെ അതിനെന്താ എൻ്റെ മാതാപിതാക്കൾ എന്നെ അതിൽ നിന്നും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ എപ്പോഴും ഒരു കപട സ്നേഹം എന്നുള്ളത് അവിടെ ഉണ്ട്. എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ ഒരു സ്നേഹം മനുഷ്യ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലൊക്കെ കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. എപ്പോഴും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം കാര്യം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം അതിന്റെ പിന്നിൽ വന്നു കഴിയുമ്പോൾ അത് കുടുംബജീവിതം പരാജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുടുംബ കോടതികൾ ഇന്ന് കൂടി വരുന്നതും കേസുകൾ കൂടി വരുന്നതും വിവാഹമോചനം വർദ്ധിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. അപ്പോൾ സ്വാർത്ഥതയെ മാറ്റിയിട്ട് നിസ്വാർത്ഥതയെ സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ മനുഷ്യന് ഒരു വലിയ പാഠമായിരുന്നല്ല, മനുഷ്യൻ വലിയൊരു അറിവായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഒരു മനുഷ്യൻ യാഗമായി തീരാൻ പറ്റും. അപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അപ്പമാകുന്നവൻ എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഭാഗിച്ചു കൊടുക്കുന്ന, മുറിക്കപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കാനായിട്ട് തയ്യാറാകുന്നവനാണ് അപ്പൻ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി താൻ മുറിക്കപ്പെടണം. അങ്ങനെ മുറിക്കപ്പെടുന്നവൻ മാത്രമേ അപ്പൻ എന്ന വാക്കിന് അർഹനാവുകയുള്ളൂ. ഇന്നൊരു അപ്പൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എല്ലാം ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു രാജാവിനെ പോലെ വീട്ടിൽ കഴിയുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ഒരു കൂട്ടം ആളുകൾ അവന് ആവശ്യമാണ്. അതിന് മക്കളും ഭാര്യയും മറ്റുള്ള സുഹൃത്തുക്കളും ഒക്കെ വേണം. എല്ലാം അവന്റെ കാര്യങ്ങൾ മാത്രം.
ഇന്നത്തെ നേതാക്കന്മാരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ കാര്യങ്ങൾ എല്ലാം സുഗമമാക്കി തീർക്കാൻ, അവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തീർക്കുവാൻ അവർക്ക് കുറെ ആളുകൾ വേണം, ഒരു പാർട്ടി വേണം, അല്ലെ ഒരു സമൂഹം വേണം, അല്ലെ അങ്ങനെയുള്ള ഒരു സംഘടന വേണം. എന്നാൽ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, അവരുടെ അണികൾക്ക് വേണ്ടി ജീവനെ പോലും കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു നേതാവ് ഇന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയത്തിലൊക്കെ ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രതികൂലതകളും വരുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നേതാവ് അണികളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അണികളുടെ ആ മനസ്സിലെ വിചാരങ്ങളെ പോലും മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വന്തം താല്പര്യങ്ങളെ രൂപപ്പെടുത്തി മാറ്റിയെടുത്ത് അതിനുവേണ്ടി നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. എന്നാൽ ഇന്ന് യഥാർത്ഥ നേതാക്കൾ വളരെ ചുരുക്കമാണ്. ഗാന്ധിജി അതുപോലെ തന്നെ മഹാന്മാരായ നേതാക്കന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീരുക, സ്വയം ഇല്ലാതായി തീരുക. മെഴുകുതിരിയെ ദർശിക്കുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു ഉദാഹരണമാണ് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളൊക്കെ ആരാധനാലയങ്ങളിലൊക്കെ കത്തിച്ചു വെക്കുന്ന മെഴുകുതിരി വലിയൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഉരുകി ഉരുകി തീർന്നുകൊണ്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരുവാൻ പറ്റും, മറ്റുള്ളവർക്ക് ഒരു താങ്ങായി തീരുവാൻ പറ്റും, മറ്റുള്ളവരുടെ വേദന മാറ്റുവാനും അവരുടെ വിഷാദ രോഗങ്ങളെ നീക്കുവാനും ഒക്കെ ഒരു താങ്ങും തണലുമായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥ ക്രിസ്തീയത എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ആ വഴികളിൽ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഒരുവൻ എന്നിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്തു. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് അവൻ അരുളി ചെയ്തു. സ്നേഹത്തിന്റെ വലിയ ഒരു ദൃഷ്ടാന്തം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും പാലിക്കുവാനും കഴിയണം എന്നുള്ളതാണ് നാം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊക്കെ ഇന്ന് പഠിക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അത് ജീവിതത്തിൽ എത്ര പേർ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവിടെ കാണുവാൻ കഴിയുന്നത് ദ ഹാപ്പിയസ്റ്റ് മാൻ ഓഫ് ദ വേൾഡ് എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. നമുക്കൊക്കെ അറിയാം, മാത്യു റിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസിയാണ്. അദ്ദേഹം ബുദ്ധമതം ഒരു ഫ്രഞ്ചുകാരനായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ വന്ന് ബുദ്ധമതം സ്വീകരിച്ച് അദ്ദേഹം ജീവിതം വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് രാജ്യങ്ങൾ പോയി. അവസാനം അദ്ദേഹം ബുദ്ധ സന്യാസികളുടെ കൂടി അവിടെ ധ്യാനവും പ്രാർത്ഥനയും ഹിമാലയത്തിന്റെ ആ മുകളിലൊക്കെ പോയി അവിടെ ഉള്ള ഗുഹകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം മനസ്സിലായി, പരോപകാരത്തിൽ നിന്ന് മാത്രമേ സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് വലിയൊരു സത്യമാണ്. അദ്ദേഹം അൾട്രൂയിസം എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അൾട്രൂയിസം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം പരോപകാരം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിസ്വാർത്ഥത എന്നുള്ളതാണ്. ഈ നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് കാണിക്കാൻ കഴിയണം. ഇങ്ങോട്ടൊന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല, മുഴുവനും പൂർണ്ണമായി നമ്മളെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ അല്പം എനിക്ക് ലാഭം ഉണ്ടാക്കാനോ, അല്ലെ അല്പം സുഖം കൂടുതൽ ലഭിക്കാനോ, അല്ലെ അല്പം കൂടെ ഒരു സ്ഥാനമോ മാനമോ ലഭിക്കാനോ വേണ്ടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ മറന്നിട്ട്, നമ്മുടെ ആവശ്യങ്ങളെ മറന്നിട്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ത്യാഗപൂർണമായ ഒരു സ്നേഹമാണ് ഈ സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിവാഹ കുദാശയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയുണ്ട്. മോതിരം വാഴുവിന്റെ ശുശ്രൂഷയുടെ ശേഷം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, സകല കപട സ്നേഹത്തെയും ഇവരുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് കപട സ്നേഹം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉണ്ട്. കാര്യം ഇങ്ങോട്ട് ലഭിക്കുന്നതിന് വേണ്ടി അല്ലെ അതിന്റെ കണക്കുകളാണ് നോക്കുന്നത്. എത്രമാത്രം എനിക്ക് എന്തെങ്കിലും പ്രയോജനം, അത് മോണിറ്ററി ബെനിഫിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വസ്തുവകകളോ ഒക്കെ ആണെങ്കിൽ പോലും ഇങ്ങോട്ടെന്ത് ലഭിക്കും എന്നുള്ളതിന്റെ കണക്ക് കൂട്ടലാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ പല ദമ്പതിമാരുടെ മനസ്സിലുള്ളതാണ്. ഇന്ന് പലയിടത്തും നമ്മൾ ബോർഡ് കാണാൻ കഴിയും, ഞാൻ
ഡവറി വാങ്ങിക്കുകയില്ല, ഞാൻ പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും സ്ത്രീധനം വാങ്ങുകയില്ല എന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എത്ര വർഷങ്ങൾ കൊണ്ട് നിയമം പാസ്സാക്കി വിവാഹത്തിന്റെ ജീവിതത്തില് അല്ലെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ഡവറി വാങ്ങിക്കുവാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ആരത് പാലിക്കുന്നുണ്ട്? അതില്ലാതെ വരുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കാറിന്റെ സ്പീഡ് പോലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊലപാതകങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് സാക്രിഫിഷ്യൽ ലവിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, അത് മാത്രമേ പൂർണ്ണമായിട്ട് വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് വേണം ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ച ദ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു തിയറിയെ പറ്റി പഠിക്കാനിടയായി. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഈ സ്നേഹത്തിന്റെ ആഴത്തെ പറ്റി കൂടുതൽ മനസ്സിലായി. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പഠിക്കുമ്പോഴും ഇതാണ് മനസ്സിലാകുന്നത്. വളരെ ആഴമായ സ്നേഹം, ബാഹ്യമായി കാണിക്കാനോ അല്ലെ പ്രകടനമോ അല്ല, ഇത് വളരെ അഗാധമായ ഒരു സ്നേഹമാണ്. ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത് 1986 റോബർട്ട് സ്റ്റെൻബർഗ് എന്ന് പറയുന്ന അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്, വ്യക്തി ബന്ധങ്ങളിൽ നമ്മൾ പോകുമ്പോൾ സ്നേഹത്തിന് 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇന്റിമസി എന്ന വാക്കാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇന്റിമസി എന്നുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പാഷൻ എന്നാണ്. അപ്പോൾ ഒന്നാമത് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഇന്റിമസി ആണ്, ലെഫ്റ്റ് സൈഡ് പാഷൻ ആണ്. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ കമ്മിറ്റ്മെന്റ് എന്നുള്ള വാക്കാണ്. അപ്പോൾ 3 സൈഡാണല്ലോ ട്രയാങ്കിൾ ഉള്ളത്. അതിൽ ഏറ്റവും മുകളിൽ ഇന്റിമസി, അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പാഷൻ, അതിന്റെ റൈറ്റ് സൈഡ് വരുമ്പോൾ കമ്മിറ്റ്മെന്റ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഈ പാഷനിൽ നിന്നാണ് അവർ കുടുംബജീവിതം ആരംഭിക്കുന്നത്. പാഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഇൻഫാക്ച്വേഷൻ ആണ്. ചുരുങ്ങിയ ഒരു സമയം കൊണ്ട്, ബാഹ്യമായ സൗന്ദര്യം കണ്ടുകൊണ്ട്, ബാഹ്യമായ രൂപ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഒക്കെ കണ്ടുകൊണ്ട് ഉള്ളിലുള്ള ആ ഹൃദയത്തിലെ വികാരങ്ങളോ മാനസിക ബലമോ ശക്തിയോ ഒന്നും നോക്കാതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പാഷനിൽ പോകുന്നത്. അവർക്ക് ആ പാഷനിൽ നിന്നായിരിക്കും അവർ കുടുംബജീവിതം നയിക്കാനായിട്ട് ആരംഭിക്കുന്നത്. പക്ഷെ പാഷൻ വളരെ വേഗം നശിച്ചു പോകുന്നതാണ്, അത് പെട്ടെന്ന് അതില്ലാതെ പോകുന്നതാണ്. ഒരു രോഗം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നാൽ മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണത്തിൽ കൂടെ ഈ പാഷനൊക്കെ ഒലിച്ചു പോകുന്നതാണ്. എന്നാൽ ഇന്റിമസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ലൈക്കിംഗ് എന്ന് മാത്രമാണ് അതിന് പറയുന്നത്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അതും അധിക നാളൊന്നും നിൽക്കുകയില്ല, കുറച്ചു നാളൊക്കെ ഒരു ഇഴയെടുപ്പം കാണും എന്ന് മാത്രമേ ഉള്ളൂ, അതും നിലനിൽക്കുന്ന ഒന്നല്ല. മൂന്നാമത് പറഞ്ഞ കമ്മിറ്റ്മെന്റ് ആണ്. ഈ കമ്മിറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവര് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് ദൈവം സംയോജിപ്പിച്ചതിനെ വേർപെടുത്താൻ പാടില്ല, അതുകൊണ്ട് അവർ ഒന്നിച്ചു കഴിയുകയാണ്. അച്ഛാ, വളരെ പ്രയാസപ്പെട്ടാണ്, ഞാൻ അങ്ങ് സഹിച്ചു നിൽക്കുകയാണ്. വേർപെടുത്താൻ സാധിക്കാത്ത ഒരു ബന്ധമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലതകളും വന്നാൽ പോലും വേർപെടുത്താൻ അവർ ആഗ്രഹിക്കാതെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണത്തിൽ അവരങ്ങ് ജീവിക്കുകയാണ്. അതിന് പറയുന്നത് എംറ്റി ലവ് എന്നും പറയും. അത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല. എന്നാൽ ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം, അത് കൺസ്യൂമേറ്റ് ലവ് എന്നാണ് റോബർട്ട് സ്റ്റെൻബർഗ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇന്റിമസിയും വേണം, പാഷനും വേണം, കമ്മിറ്റ്മെന്റും വേണം. ഇത് മൂന്നും കൂടെ ചേർന്നുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥ ബന്ധം അല്ലെ സ്നേഹം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിന് അഗാപ്പെ എന്ന ആ വാക്ക് നമുക്ക് ഗ്രീക്കിലുള്ള വാക്ക് കൊടുക്കാൻ പറ്റും. കാര്യം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായി അങ്ങോട്ട് നൽകുന്ന, കൊടുക്കുന്ന, ഗിവിങ് എന്നുള്ളതാണ് അവിടെ അവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. റിസീവിങ് എന്നുള്ളതല്ല, ഗിവിങ് എന്നുള്ളതാണ്. ഈ ഗിവിങ് എന്ന് പറയുന്ന ആ തത്വം അനുസരിച്ച് അൾട്രൂയിസത്തിൽ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നൽകുവാൻ കഴിയണം. അങ്ങനെ നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു ജീവിതം മാത്രമേ സന്തോഷകരമായി തീരുകയുള്ളൂ. കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ആക്കുള്ള സന്തോഷം മാത്രമല്ല, കൊടുക്കുന്ന ആക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ ഹോർമോണൊക്കെ നമ്മുടെ ബോഡിയിൽ
വളരെ കൂടുമെന്നാ പറയുന്നത്. സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒക്കെ നല്ല ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഈ ഗിവിങ് എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പാലിക്കുമ്പോഴാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നും അവർക്കുണ്ടാകുന്ന സന്തോഷത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല നല്ല പോസിറ്റീവായുള്ള ഹോർമോണുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സാക്രിഫിഷ്യൽ ലവ് ആയി മാറണമെന്നുള്ളതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ദുഃഖവെള്ളിയാഴ്ച അതാണ് നമുക്ക് പറയുവാനുള്ളത്. പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, പിന്നെ നമ്മൾ മറന്നു കളഞ്ഞാലോ, അല്ലെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെയല്ല. മറ്റൊരാളെ നമ്മൾ സഹായിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ ശക്തന്മാരായിരിക്കണം. ബലഹീന ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തണമെങ്കിൽ അതിനുള്ള ആരോഗ്യവും ശക്തിയും എനിക്ക് വേണം. അവനെ സാമ്പത്തികം എന്തെങ്കിലും അവൻ നൽകണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശക്തി എനിക്ക് വേണം. അതുപോലെ എല്ലാത്തിലും നമുക്ക് ശക്തി നേടിയെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പലർക്കും ഉള്ള ഒരു സംശയം, അച്ഛാ ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമുള്ളവരല്ല, ഇപ്പോഴാണെങ്കിൽ ജോലിയും ഇല്ല, ഒരുപാട് കടമൊക്കെ ഉണ്ട്, പിന്നെന്തായി കൊടുക്കണം ഗിവിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെറു പുഞ്ചിരി മതി, ചിലർക്ക് അതാണ് ആവശ്യം. ഒരു സ്നേഹം മതി, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് മതി, അല്ലെങ്കിൽ അവരെ ഒരു അഭിനന്ദന വാക്ക് മതി, അല്ലെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് മതി. ഇങ്ങനെ അനവധി സഹായിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഓ എനിക്ക് എന്നെ എല്ലാവരും സഹായിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നെ എല്ലാവരും സഹായിക്കണം, എനിക്ക് അങ്ങോട്ട് സഹായിക്കണം ഒന്നുമില്ലെന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരുപാട് കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ യഥാർത്ഥ ജീവിതം ഈ ലോകത്തിൽ പൂർണ്ണമായി പ്രാവർത്തികമാക്കണമെങ്കിൽ അത് നമ്മിലൂടെയാണ് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മിലൂടെ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുകയാണ്. അങ്ങനെ ക്രിസ്തു നമ്മിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരികയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഈ സാഹചര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്കങ്ങനെ സാഹചര്യങ്ങളെല്ലാം കുറ്റമാണ്, ഒന്നും അനുകൂലമല്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്നുള്ള പരാതിയും പരിഭവമായി നമ്മൾ കഴിഞ്ഞുകൂടും. പക്ഷേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരികയും നമ്മുടെ ഉള്ളിലുള്ള മാറ്റം, നമ്മൾ വലിയൊരു മാറ്റത്തിലേക്ക് വന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയും. കഴിവുള്ളവരെ മാത്രമല്ല, കഴിവില്ലാത്തവരെ പോലും സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്ന വലിയൊരു മനോഭാവമാണ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. കുഷ്ഠരോഗിയെ പോലും കൈകൊണ്ട് തൊട്ട് അവനെ ആശ്വസിപ്പിച്ച് അവനെ സൗഖ്യപ്പെടുത്താൻ ക്രിസ്തുവിന്റെ ആ നല്ല സ്നേഹം നമ്മിൽ ഏറ്റവും അധികം വളരേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അതായത് നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണല്ലോ ഗാരി ചാപ്മാന്റെ 5 ലാംഗ്വേജസ് എന്നുള്ള 5 ലവ് ലാംഗ്വേജസ്. ഗാരി ചാപ്മാന്റെ വളരെ പ്രസിദ്ധമായ ഈ പുസ്തകം ഇന്ന് നമുക്കറിയാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് സർക്കുലേഷൻ നടന്നുള്ള വലിയൊരു നല്ല ഒരു മെസ്സേജ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ പ്രകടനത്തിലുള്ള 5 ലാംഗ്വേജസ് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 ലാംഗ്വേജസ് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് കൂടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഒരു രാജ്യത്ത്, പുതിയൊരു രാജ്യത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനിയിൽ പലരും പോകുന്നുണ്ട്. ജർമ്മനി പോലും ഈ ജോലി ചെയ്യണമെങ്കിൽ എന്താ, ജർമ്മൻ ഭാഷ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഈ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാതെ പോയാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇത് പഠിക്കണം, അതിനെപ്പറ്റിയുള്ള അവബോധം ഉണ്ടാകണം. അങ്ങനെ 5 ലവ് ലാംഗ്വേജസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ട് ഗാരി ചാപ്മാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്യോന്യമുള്ള നല്ല സംസാരം, കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയമുള്ളവരായിരിക്കണം. നമ്മുടെ സംസാരം മറ്റുള്ളവരോട് അവരെ അവഹേളിക്കുന്നതോ അവരെ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുന്നതോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നല്ല സ്നേഹബന്ധം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വാക്കുകൾ എപ്പോഴും മൃദുവായതായിരിക്കണം, അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാകണം. അതുകൊണ്ടാണ് ബൈബിളിൽ നല്ലൊരു വാക്യമുണ്ട്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ആത്മീക വർധന വരുത്തുന്ന നല്ല വാക്ക് നിങ്ങൾ പറയുവാനിടയാകണം. നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്തതൊന്നും നിങ്ങൾ പുറപ്പെടരുത് എന്നും പൗലോസ് അവിടെ പറയുകയാണ്. അപ്പൊ നമ്മുടെ സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്നേഹത്തിന്റെ നല്ലൊരു പ്രകടനമായിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുവാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതാണ് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യഥാർത്ഥ ലക്ഷണം അവരെ മുറിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. വാക്കുകൾ കൊണ്ട് ഒരു കാരണവശാലും അവരെ മുറിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ സംസാരം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരോട് സംസാരിക്കുന്നു, അവർക്ക് വേദന ഉണ്ടാക്കുന്ന
അവരെ അവഹേളിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ ആശയവിനിമയത്തെ പറ്റി ഒത്തിരി പറയാനുണ്ടെങ്കിലും ചുരുക്കമായിട്ട് ഇതാണ് ഓർപ്പിക്കാനുള്ളത്. നമ്മുടെ സംസാരം ഏറ്റവും ശുദ്ധമായിരിക്കണം. സദൃശവാക്യം 15:1 ശലോമോൻ പറയുന്ന നല്ല മനോഹരമായ ഒരു വാക്യമുണ്ട്. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുമെന്നാണ് അവിടെ പറഞ്ഞത്. മൃദുവായ ഉത്തരം, ശാന്തമായ ഉത്തരം കൊടുക്കുക, സൗമ്യമായി സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ കോപത്തെ അത് ഇല്ലാതെയാക്കി കളയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത് സ്പർശനം എന്നുള്ളതാണ്. ടച്ച് എന്നുള്ള വാക്കാണ്. സ്നേഹത്തിന്റെ മറ്റൊരു ഭാഷയാണ്. കുഷ്ഠരോഗിയെ പോലും തൊടുവാൻ ക്രിസ്തുവിന് സാധിച്ചുവെങ്കിൽ ക്രിസ്തുവിന്റെ ആ വലിയ ഒരു സാക്രിഫിഷ്യൽ ലവ്, അതിന് കമ്പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം, വലിയ ഒരു കമ്പാഷൻ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ തൊടാനിടയായത്. ഇന്ന് ആശ്വാസം കൊടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒന്ന് തലോടിക്കൊണ്ട്, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു തലോടിന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ആ തലോട് ലഭിക്കാതെ വാക്കുകൾ മുറിവേൽപ്പിക്കുകയും തലോടുകൾ കട്ടികൂടി അത് കയ്യാങ്കളിയും അതോ കയ്യേറ്റമൊക്കെ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ സ്പർശനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സേവനമാണ്. ശുശ്രൂഷ ചെയ്യുവാൻ കഴിയണം, സഹായം ചെയ്യാൻ കഴിയണം. മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നവരാണ്. നമ്മുടെ ചെറിയ കുടുംബത്തിൽ, അധികവും നമ്മൾ വിദേശത്തേക്കെങ്കിലും പോകണ്ട, നമ്മുടെ ചെറിയ കുടുംബത്തിൽ, നമ്മുടെ ഒരു പക്ഷേ ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും, നമ്മുടെ അപ്പനും അമ്മയും മക്കളും മാത്രമൊക്കെ കഴിയുന്ന ചെറിയ ചെറിയ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ അന്യോന്യം എത്രമാത്രം സഹായം ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ പാകം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഭർത്താക്കന്മാർ അവിടെ സഹായിക്കാറുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മൾ അവരെ ഒന്ന് സഹായിക്കുന്നവരാണോ? തീർച്ചയായിട്ടും നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ സ്ത്രീകളും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങനെ സഹായിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്നേഹബന്ധം വർദ്ധിച്ചുകൊണ്ടുവരും. ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നമ്മുടെ വാക്കുകളാണ്, മറ്റൊന്ന് സ്പർശനമാണ്, മറ്റൊന്ന് സഹായമാണ്. നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റി ടൈം എന്നുള്ളതാണ്. സമയം കൊടുക്കുക. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ അടുക്കൽ അല്പസമയം ചിലവഴിക്കുവാൻ, ഇടയ്ക്കൊക്കെ അവരുമായി ഒന്ന് കണ്ട് സംസാരിക്കുവാൻ. ഇപ്പൊ തന്നെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒരു കാര്യം വളരെ ശക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്, നല്ലൊരു ബന്ധം നമുക്കുണ്ട്. അതുപോലെ തന്നെ അല്പം സമയം നമ്മൾ ചിലവഴിക്കുന്നത് കൊണ്ട് നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ, നല്ലൊരു ബന്ധത്തിലൂടെ, നല്ലൊരു ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സമയം കൊടുക്കാനായിട്ട് കഴിയണം. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയോട് സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമതൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിഫ്റ്റ് എന്നുള്ളതാണ്. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, നമ്മൾ അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണത്. ഗിഫ്റ്റിന്റെ വിലയല്ല, നേരെ മറിച്ച് നമ്മുടെ ആക്ടിന്റെ, അതായത് നമ്മൾ ആ പ്രവൃത്തിയുടെ വിലയാണ് ഏറ്റവും വലുത്. എന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് ഈ 5 മാർഗങ്ങളിലൂടെയും നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയെ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹബന്ധങ്ങൾ വർദ്ധിച്ചു വരും. ഇതെല്ലാം സാക്രിഫിഷ്യൽ ലവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ത്യാഗപൂർണമായ സ്നേഹത്തിൽ നിന്ന്, യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്ന്, അഗാപ്പെ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായി അങ്ങോട്ട് കൊടുക്കുന്ന ഗിവിങ് എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവിടെയാണ് നമുക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും വർദ്ധിച്ചു വരുന്നത്. അതിന് നമുക്ക് സാധിക്കട്ടെ, ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വീണ്ടും ഒരു അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട സാബു സാറിനുള്ള നന്ദിയും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സാമച്ച. ഇന്നത്തെ ദിവസം ഏറ്റവും കൃത്യമായി സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ച് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമുക്കറിയാം, ഈ ലോകം മുഴുവൻ ഒരു പാഷന്റെ അഭിനിവേശത്തിന്റെ തലമാണ്. ചിലർക്ക് പഠനത്തോടാണ്, ചില ജോലിയോടാണ്, യാത്രകളോട്, ചിലർക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു പാഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ അച്ഛൻ പറയുന്നു ഈ പാഷൻ ഒരു സ്പിരിച്വൽ പാഷനാക്കി മാറ്റി. ഒരു സ്പിരിച്വൽ പാഷനിലേക്ക് മാറുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും ഉയർന്ന് വരാനുള്ള അവസരമാണ്. നല്ല വാക്കുകൾ, നല്ല സ്പർശനം, നല്ല സഹായങ്ങൾ, നല്ല സമയം, നല്ല സമ്മാനങ്ങൾ നൽകി തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ പാഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സാക്രിഫിഷ്യൽ ലവാകും.
ജീസസ് ക്രൈസ്റ്റിനെ പോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലെ വളരെ മനോഹരമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വരും. അപ്പൊ ഇന്നത്തെ ഈ കുറച്ച് സമയം പ്രിയപ്പെട്ട അച്ഛനോട് കൂടി ചേർന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. നമ്മൾ സ്നേഹം അറിയിക്കുകയാണ്. നമുക്കതിനെ കുറിച്ച് അച്ഛനെ തിരക്കൊക്കെ പോകാൻ തിരക്കില്ല, ഞാൻ ഫ്രീ ആണ്. ഓക്കെ, സർ എന്ന് തുടങ്ങി. പ്രിയപ്പെട്ട അച്ഛ, വളരെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച എന്നുള്ളതിനെ ഇംഗ്ലീഷീകരിക്കുന്നത് നമുക്കൊക്കെ സന്തോഷം. ഒരു സന്തോഷമായ ഒരു പരിണിതമായിട്ടുള്ള ഒരു ഫലം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പലപ്പോഴും നമ്മളൊക്കെ വളരെ ദുഃഖിതരാണ്, കാരണങ്ങൾ 100 അല്ലെങ്കിൽ ഒന്നുകൂടെ കൂട്ടിവെക്കുക. പക്ഷെ അവിടെ അച്ഛൻ ഈ അവസാനം പറഞ്ഞ 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുഃഖഭാരങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. ജീസസ് ക്രൈസ്റ്റിന് വന്നുകൂടിയ ദുഃഖഭാരങ്ങൾ ഒത്തിരിയുണ്ട്. പരീക്ഷണങ്ങൾ, പൈശാചികമായ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ കയറി വന്നു. അവിടെ ഒന്നും വീണില്ല. അവസാനം ഈ രാജാക്കന്മാർ അവരുടെ പിടിയിൽ നിൽക്കാത്തൊരു വ്യക്തിയെ ഒതുക്കാനാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തെ ഒതുക്കുകയാണ് ചെയ്തത്. കുരിശിൽ ഒതുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയ അവസ്ഥയും അത് തന്നെയാണ്, കുരിശിൽ ഒതുക്കുന്ന അവസ്ഥ. ഇപ്പോ ഡൽഹിയിൽ അങ്ങനെ, ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള സംസാരമല്ല, ഒതുക്കൽ, ഇലക്ഷൻ വരുന്ന ഒരു ഒതുക്കലാണ്. ക്രിസ്തു ആരുടെയും പിടിയിൽ നിന്നിട്ടില്ല. എൻ്റെ ദേവാലയം കച്ചവട സ്ഥാപനമാക്കരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ളിലുള്ള കച്ചവടക്കാരെ അടിച്ചോടിക്കാൻ സാധിച്ച ഒരവസ്ഥ. ആ സ്ഥലം കാശിന് കൊടുത്തിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ആ ഒതുക്കൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായി. ഞാൻ എന്താണോ കാണുന്നത് അതിനപ്പുറം മറ്റൊരാൾ പോകുമ്പോൾ നമുക്ക് അസൂയുണ്ടാവും. ഈ ഒതുക്കലും അസൂയയും എല്ലാം ചേർന്നാണ് ദുഃഖവെള്ളിയാഴ്ച. പക്ഷെ അതിനൊരു അപ്പുറം ഒരവസ്ഥയുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അച്ഛനത് പറഞ്ഞു. ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. ആ കെട്ടിക്കിടക്കുന്ന എല്ലാറ്റിനെയും ഒന്ന് അഴിച്ചു വിടുക. എങ്കിൽ മാത്രമേ ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണങ്ങളോ ചിന്തകളോ ഉയർപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉയർപ്പില്ല. വളരെ സന്തോഷമായി അച്ഛാ. ഇനിയും അച്ഛൻ വരണം സർ. ജോർജ് സർ അങ്ങോട്ട്. ഇടയ്ക്കൊരു കോള് കയറി വന്നു. സ്നേഹത്തെ ഉദാത്തീകരിച്ച ഒരു ഈശോ ആ ഉദാത്തവൽക്കരിച്ചത് തന്റെ കുരിശു മരണത്തിലൂടെയാണ്. അഗാപ്പെ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് സാറിന്റെ മൈക്ക് മ്യൂട്ടായി. റെഡി ആയിക്കോട്ടെ. അപ്പോ ആ ക്രിസ്തുവിന്റെ ഉദാത്തീകരണം കുരിശുമരണത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. അഗാപ്പെ, കൊടുക്കുന്ന സ്നേഹം എന്നുള്ള അതിൽ ആനന്ദം കണ്ടെത്തിയ കർത്താവിനെയാണ് ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തു ലോകത്തിൽ അവതരിപ്പിച്ചത്. അതിനെയാണ് എല്ലാ ക്രിസ്ത്യാനികളും പിൻപറ്റുന്നത് എന്ന് പറയപ്പെടുമെങ്കിലും നമുക്ക് പലപ്പോഴും അത് അത്തരത്തിൽ ഉദാത്തവൽക്കരിക്കുവാനായിട്ട് ഇനിയും കുറെ കൂടി
മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ പ്രയാണത്തിൽ നമുക്ക് പലപ്പോഴും വീണു പോകുന്ന അല്ലെങ്കിൽ പിന്നെ പരാജയപ്പെട്ടു പോകുന്ന സംഗതിയാണ് അച്ഛൻ അവസാനം സ്നേഹം എന്ന വാക്കിന് 5 സായിലൂടെ അതിന്റെ ഭാഷ വെളിപ്പെടുത്തിയത്. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ അത് സ്നേഹമാണെന്നും അത് 5 സായിലാണ് ഓരോന്നും തുടങ്ങുന്നതെന്നും എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. സംസാരം, സ്പർശനം, സഹായം, പിന്നെന്തായിരുന്നു പറഞ്ഞത്? സമയം സമയം സമയം, സമയം, അവസാനം സമ്മാനം. എല്ലാം സായിലായിരുന്നു 5 കാര്യങ്ങൾ. അപ്പൊ ഈ 5 കാര്യങ്ങളെ ഈ ഭാഷ നമുക്കൊന്ന് സ്വായത്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് നമുക്കും ഉദാത്തീകരിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് അതിന്റെ സന്ദേശം. എങ്കിലും ഓരോ ദുഃഖവെള്ളികൾ കടന്നു പോകുമ്പോഴും നമ്മള് ക്രിസ്തുവിനെ അനുസ്മരിക്കുന്നു. പക്ഷേ അവിടുന്ന് തൊട്ട് തലേരാത്രിയിൽ ഈ ഉദാത്തീകരണത്തിന്റെ തൊട്ട് മുമ്പുള്ള പെസഹായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഇതെല്ലാം അനുസ്മരിക്കാനല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ചെയ്യുവിൻ എന്നാണ്. പക്ഷെ നമുക്കത് ഇനിയും ചെയ്യാനായിട്ടുണ്ട് എന്ന് ഓരോ തവണയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു പിഴ പറഞ്ഞുകൊണ്ട് ഈ ദുഃഖവെള്ളിയെയും പറഞ്ഞു വിടാം. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ രാത്രിയിൽ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക്, സ്നേഹത്തെക്കുറിച്ച്, ചുറ്റുപാടുകളിലേക്ക് അത് പ്രസരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നൽകിയ ഈ സന്ദേശത്തിന് ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിന് നന്ദി പറയുന്നു. ദുഃഖവെള്ളിയെ ലേനാൻ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഈസ്റ്ററുമായിട്ട്, ഉയിർപ്പുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് കഷ്ടാനുഭവം മഹത്വീകൃതമാകുന്നു എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ചരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നന്ദി. റോഹിത് സാർ റെഡിയാണോ? ഞാൻ ഇപ്പം വൈകിയാണ് കയറിയത്. വെള്ളിയാഴ്ചയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരാൻ ലേറ്റായി പോയി. ഞാൻ അവസാനം പറഞ്ഞ 5 കാര്യങ്ങൾ കേട്ടു. അതായത് അൺകണ്ടീഷണൽ ലവ്, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛൻ പറഞ്ഞതെന്ന് കരുതുന്നു. തീർച്ചയായും 5 കാര്യങ്ങളും വളരെ റെലവൻ്റ് ആണ്. ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും അനുവർത്തിക്കണം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച തന്നെയാണ് ഇത് അച്ഛൻ പറഞ്ഞതെന്നുള്ളത് വളരെ പ്രസക്തമാണ്, റെലവൻ്റ് ആണ്. അതായത് സാക്രിഫിഷ്യൽ ലവിൻ്റെ ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. കുരിശിൽ വെളിപ്പെട്ടതായ സ്നേഹം, അതാണ് സാക്രിഫിഷ്യൽ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. മനുഷ്യനെ ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു മലയുടെ മുകളിൽ, അത് കൽവരി മലയിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ശരിക്കും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ശരിക്കും നിവർത്തിച്ചു. വെറും വാക്കുകളല്ല, വെറും വാക്കുകളല്ലായിരുന്നു പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ആദ്യം ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആദ്യത്തെ മൊഴി തന്നെ, 7 മൊഴികളുണ്ട്. ആദ്യത്തെ മൊഴി തന്നെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണം. തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, തന്നെ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ ആ വലിയതായിട്ടുള്ള സ്നേഹത്തിന്റെ, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ നിവൃത്തി അവിടെ ഉണ്ടാകുകയാണ്. ഇത് ലോകത്തെ എല്ലാം പിടിച്ചു കുലുക്കി. അതുകൊണ്ടാണ് ഇത്രയധികം
ലോകത്തിലെ ഈ ഇന്നത്തെ ദിവസം വളരെയധികം പ്രസക്തമായി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതായിട്ടുള്ള ഒരു 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 പ്രാർത്ഥനയായിരുന്നു ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത്. എല്ലാ മൊഴികളും അതുപോലെ കർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്, സാക്രിഫിഷ്യൽ ലവ് കാണിക്കുന്നതാണ് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ ശത്രുക്കളെ സ്നേഹിക്കുന്നതായിട്ടുള്ള തന്നെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള അവരോട് ക്ഷമിക്കുന്നതായിട്ടുള്ള വലിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ ദിവസമാണ് ഇന്ന്. ആ സ്നേഹം ഒരു രീതിയിലും നമുക്ക് ഉള്ളവരോട് കാണിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതിന് അച്ഛൻ പറഞ്ഞതായിട്ടുള്ള ഈ ഇന്നത്തെ സന്ദേശം അതിന് തീർച്ചയായും പ്രചോദനം തരുന്നതാണ് എന്ന് യാതൊരു സംശയമില്ല. താങ്ക് യു അച്ഛൻ, താങ്ക് യു അച്ഛൻ, താങ്ക് യു സാബു സാർ. ഓക്കെ, റോയ് സാർ. ത്യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ജീവിതം ഓർമ്മിക്കുന്ന ഈ ദുഃഖവെള്ളിയാഴ്ച നല്ല വാക്കുകൊണ്ട് ധന്യമാക്കിയ ചാമച്ചന് ഒത്തിരി അഭിനന്ദനങ്ങൾ. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലൂടെ ജീവിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസാണ് അച്ഛൻ തന്നത്. അച്ഛൻ പറഞ്ഞ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്, 5 ലവ് ലാംഗ്വേജസും എല്ലാം ഈ ദിവസങ്ങളിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ധന്യമാക്കാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, സുധോരൻ സാർ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിട്ട് മാറ്റി അച്ഛൻ്റെ പ്രഭാഷണം. സാധാരണ നമ്മൾ ഈവനിങ് ഈ 7 to 8 ലോകത്തെ സകല കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന വലിയൊരു ഗംഭീരമായ വേദിയാണ് നമ്മുടെ. പക്ഷെ ഇത് അതിലേറ്റവും ഒരു പവിത്രമായ സായാഹ്നം പോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാവരും ജീവിതത്തിന്റെ കർമ്മകാണ്ഡങ്ങൾ ഒക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ പൂർത്തിയാക്കിയവരൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ആ സ്നേഹം, കരുതൽ, സഹായം, അതേപോലെ തന്നെ കമ്പാഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിയുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ആണെങ്കിലും അത് അടുക്കും ചിട്ടയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചപ്പോൾ ഒരു ഈസ്റ്റർ തലേന്ന് അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ദിവസം കേൾക്കേണ്ട ഒരു നല്ല പ്രസംഗം കേൾപ്പിച്ചതിന് ഞാൻ സാബു സാറിനെ പ്രത്യേകം താങ്ക്സ് പറയുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇത് ഓർമ്മപ്പെടുത്തലല്ലേ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇലക്ഷൻ രാഷ്ട്രീയം ഇതൊക്കെ ആകുമ്പോൾ ഈ മറ്റുള്ളവരോട് കരുണയും അനുതാപവും ഒക്കെ കാണിക്കാൻ സ്ഥാനാർത്ഥികളൊക്കെ ചാടി വീഴുന്ന സമയമാണിത്. വലിയ ഷോ പീസുകളായിട്ട് ഇവരൊക്കെ വരികയും പുഞ്ചിരിക്കുകയും വീട്ടിൽ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയും വഴിയിൽ നിൽക്കുന്ന കുഞ്ഞിനെ ഉമ്മ വെക്കുകയും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വലിയ മഹാപ്രകടനങ്ങൾ നടത്തുന്ന സമയം. ഇതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നി ഇവരൊക്കെ കരുണാമൂർത്തികളും കാരുണ്യവാന്മാരും നന്മയുടെ ആൾ രൂപങ്ങളൊക്കെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇലക്ഷനും റിസൾട്ടും ഒക്കെ വന്ന് ഇവരൊക്കെ സ്ഥാനങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വഴിയിൽ കാണുമ്പോഴോ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ നിന്ന് നോക്കുമ്പോഴൊന്നും ഇവര് ഒരു കാരുണ്യമൊന്നും കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പോലും തരുന്നവരല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് ലോകം. അത് വളരെ, കാരണം ഇപ്പൊ സ്ഥാനാർത്ഥികൾ മാറി മാറി ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വരുന്നുണ്ട്. വളരെ ഭയങ്കര പുഞ്ചിരിയാണ്, ഭയങ്കര വിനയമാണ്. ഈ വീട്ടിലെ സകല കാര്യങ്ങളും അന്വേഷിക്കുന്നു. വളരെ നമ്മളെ എപ്പോഴും ഒരു ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചു എന്നുള്ള തോന്നലൊക്കെ വരുത്തുന്നത്. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അഭിനയമല്ല, അത് വളരെ നൈർമല്യത്തോടു കൂടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കലും ഒക്കെ അതേപോലെ തന്നെ. വലിയ ചെറിയ മുട്ടുസൂചി കൊടുത്തിട്ട് വലിയ പത്രപരസ്യം ചെയ്യുന്നത് പോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടില്ല. എന്നാൽ ഇത് വലിയൊരു ഓർമ്മിപ്പിക്കലായി, വലിയൊരു സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതത്തിനും ഇതൊക്കെ. പക്ഷെ ഈ ത്യാഗം ചെയ്യലും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്ന നമ്മൾ സാധാരണക്കാർക്ക് എത്രമാത്രം കഴിയുമെന്നുള്ള സംശയമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. എൻ്റെ ഒരു കംഫർട്ട് സോണിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ത്യാഗങ്ങളോ അല്ലെങ്കിൽ കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് നമ്മുടെ സഫറിങ്സ് ഒന്നും പോകാൻ സമ്മതിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെയുള്ള ഒരു ഈ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഈ വൈകുന്നേരം ഇതൊക്കെ കേട്ടത് ജീവിതത്തിലൊക്കെ വലിയ പരിവർത്തനത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ മറ്റുള്ളവരെയൊക്കെ നന്നാക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്വയം നന്നാവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മുതിർന്നവർക്കെല്ലാം ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് സമ്മാനിച്ച അച്ഛനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
അത് വലിയ ഒരു ഒരു ഞാൻ വളരെ നിശബ്ദനായിരുന്നത് കേൾക്കുകയും അത് ഇങ്ങനെ ഉള്ളിലേക്ക് ടോർച്ചടിച്ച് ഇങ്ങനെയൊക്കെയാണോ ഞാനെന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യാൻ ഇത് ഇടയാക്കി. എന്തായാലും നന്നായി. താങ്ക് യു. താങ്ക് യു സർ. മോഹൻദാസ് സർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഈ 5 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വിലയിരുത്താൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ജീവിതത്തിൽ അത് പിന്നെ കയറ്റിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. നല്ലൊരു സഹായകനം ഈ പറഞ്ഞുകൊണ്ട് പവിത്രമായ ദിവസം പവിത്രമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ തന്നു സാവധാനം. താങ്ക് യു സർ. താങ്ക് യു. രമാവതി മാം പറയും. സാബു സാർ, അച്ചോ ക്ലാസ് കേട്ട് അച്ചോ നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മെഡോണയിൽ കാസർഗോഡ് പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചകളിലെല്ലാം ചിലപ്പം അവിടെ പള്ളിയിലച്ഛൻ നമുക്ക് ഐസ് പണ്ട് കോലുള്ള ഐസ് അല്ലല്ലോ, അതോ അല്ലെങ്കിൽ മിഠായികളോ വെള്ളിയാഴ്ച തോറും അവിടെ നമുക്ക് തരുന്നത് മാത്രല്ല, ക്യൂവിൽ നിന്നിട്ട് അച്ഛൻ മടിയിലിരുത്തിയിട്ട്, അന്നേരം അച്ഛന്റെ പഞ്ഞിത്താടിയൊന്നും നമ്മൾ പേടിച്ച് പിടിക്കൂല, പക്ഷെ നമ്മളെ കുഞ്ഞുമാവന്റെ മുഖത്തിങ്ങനെ താടിയിട്ട്, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ സാറേ, പണ്ട് ഇഷ്ടങ്ങളാണല്ലോ. അച്ഛന്റെ ക്ലാസ് എനിക്ക് നല്ലോണം, കാരണം ഇന്ന് ഈ ദിവസം ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിൽ വളരെ സന്തോഷം. കാരണം കാൽവരി മലയിലെ കുരിശുമരണം അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പം എല്ലാവർക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം ഇതിനു മുന്നേ സംസാരിച്ചവര് പറഞ്ഞില്ല, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറെ അറിവ് കിട്ടുന്നുള്ളതാണ്. അപ്പം അങ്ങനെ അറിവ് നമ്മൾ നന്നായാലേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് ശർക്കര തിന്നുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വേണമെന്ന് പറയുമ്പോ, ഇന്ന് പോയിക്കോളൂ ഇനി ഒരു ദിവസം വന്നോളൂ എന്ന് പറയുന്നുണ്ട് അമ്മയോട് കുട്ടീന്റെ. അപ്പൊ ചോദിക്കുന്നത്, പിന്നെ ഒരു ദിവസം വരുമ്പോ കാര്യമായിട്ട് കുട്ടീനെ ഉപദേശിച്ചിട്ട് ശർക്കര തിന്നൊന്ന് നിർത്തി. അപ്പൊ ആ കുട്ടിയുടെ അമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്താ സ്വാമി ആദ്യം വരുമ്പോ നിങ്ങൾ മടക്കിയല്ല? അപ്പൊ പറഞ്ഞു, നിങ്ങൾ വന്ന സമയത്ത് ഞാനും ഒരു ശർക്കര തിന്നുന്ന ആളായിരുന്നു, ഞാനത് നിർത്തിയതിന് ശേഷം നിങ്ങളെ വരാൻ പറഞ്ഞു. അതുപോലെ അപ്പം ഈ സംസാരം, അച്ഛൻ പറഞ്ഞ പോലെ സംസാര രീതി എന്ന് പറയുമ്പം, പിന്നെ ചിലപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്തുള്ളതാണെങ്കിലും, നമ്മൾ ഒരു രോഗീനെ കാണാൻ പോകുന്നുണ്ടെങ്കിലും രോഗീന്റെ അടുത്ത് പോയിട്ട് നല്ല സംസാരം നമ്മുടെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ആ രോഗം മൂർച്ഛിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ബന്ധുക്കളായിട്ട് അടുത്തിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടുകാരുടെ മുഖഭാവമൊക്കെ മാറും. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് സ്പർശനം, അതിപ്പം നമ്മള് അച്ഛനമ്മ പ്രായമായിട്ടുണ്ട്, അവരൊരു മുറിയിൽ ഇരിക്കുകയാണ്, മക്കൾ ഇവിടെ ടിവിയും കണ്ട് ഫോണും തോണ്ടിക്കൊണ്ടെല്ലാം ഇരിക്കുമ്പോ അവരെ ശ്രദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് മോൻ അല്ലെങ്കിൽ മോള് ജോലി കഴിഞ്ഞ് വന്നിട്ട് അവരെ എടുത്ത് ഇരുത്തിയിട്ട് ആദ്യം ബെഡിലിരിക്കുന്ന ബെഡിലൊന്ന് ഇരുന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചിട്ട്, ഓ എന്തൊക്കെയുണ്ട് വിശേഷം എന്നെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം അവരോട് കുറച്ചൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ടെല്ലാം പോകുമ്പോ അവരുടെ ആ മാനസികാവസ്ഥ, കാരണം ഏജ് ആയിട്ടാകുമ്പം അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മൂടി വെക്കുന്നവരുണ്ട്, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ മൂടി വെക്കുന്നുണ്ട്. അതുപോലെ സഹായം ചെയ്യുമ്പോൾ നമ്മള് സാധാരണ പറയാറുണ്ട്, ഒരു കൈ സഹായം ചെയ്യുന്ന മറുകൈയായി അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അറിയാത്ത രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ സമയം കണ്ടെത്തുന്ന വെച്ചാല് കുടുംബാന്തരീക്ഷം നന്നാക്കുന്ന അതിലൊരു പങ്കുണ്ട്. കാരണം അവനവനെ ഇഷ്ടത്തിലേക്ക് വരാതെ നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാരോടും ചേർന്ന്, അതിലിപ്പം നമ്മൾ ഭക്ഷണം ഇരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള രീതിയിലാണെങ്കിൽ എല്ലാരും പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സമയം കണ്ടെത്തണം. പിന്നെ സമ്മാനത്തിന്റെ കാര്യത്തിൽ പറയാനില്ല, തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, കാരണം ഇഷ്ടമുള്ള സമ്മാനം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിപ്പം ചെറിയ കുട്ടിക്കായാലും പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികളെ കാണുമ്പോൾ ഒരു 2 മിഠായി കൊടുത്താൽ ആ കുട്ടി ആ മിഠായി എടുത്തിട്ട് പിന്നെ ഒന്നും തുള്ളിച്ചാടുന്ന കാണാം. അതുപോലെ തന്നെ പ്രായമുള്ളവരാണെങ്കിലും സമ്മാനം ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പ്രായമുള്ളവർക്ക് കൊടുക്കുമ്പോൾ, മോനെ നീ എന്തിനാ ഇത് കൊണ്ടുവന്നേന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ക്ലാസ് ആയിരുന്നു അച്ഛോ. താങ്ക് യു. ജോർജ് സർ കേൾക്കാമോ?
അനുവിത. താങ്ക് യു സാം സർ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. അപ്പോൾ കേട്ടിടത്തോളം എനിക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായി. അച്ഛൻ്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നിഴലെഴുത്ത് എന്ന് പറയുന്ന ഒരു ഇതില് ഒരു അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊരു ബ്രൗൺ ലോഹെഡിനാണ് സംസാരിക്കാറ്. എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ അവരെ ഫോളോ ചെയ്യലുണ്ട്. അവർ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിലിങ്ങനെ ഈ അൺകണ്ടീഷണൽ ലവിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ആരെ സ്നേഹിക്കുമ്പോഴും അതിന് കണക്ക് വെക്കും, തിരിച്ച് നമ്മൾക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് പ്രതീക്ഷ കൊണ്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷെ യേശു സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലല്ല, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം എന്നാണെന്നുള്ളൊരു മെസ്സേജ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അതേപോലെ നമ്മൾ പലപ്പോഴും ഫാമിലീസിൽ കാണാറുണ്ട് കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. പല കുടുംബങ്ങളും നമ്മളെ കല്യാണം കഴിച്ചു പോയല്ലോ, അപ്പൊ ഇത് വേർപെടുത്താൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത്. പക്ഷെ സ്റ്റിൽ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മൂവ് ചെയ്യുന്ന ബന്ധങ്ങളായിരിക്കും. അവിടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നുണ്ടാവില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിട്ട് പോകുന്നതായിരിക്കും. അതേപോലെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ലവ് ലാംഗ്വേജ്, 5 ലവ് ലാംഗ്വേജ്. അപ്പൊ ഇത് ഞാനൊരു സൈക്കോളജി ക്ലാസ്സിൽ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാബി എന്ന് പറയുന്ന സാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സാറ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എയർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ എയർ ഫില്ല് ചെയ്താൽ നമ്മളുടെ ലവ് ലാംഗ്വേജ് ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഈ തവണ വെഡിങ് ആനിവേഴ്സറിക്ക് അത് ഫില്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് തരുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നാണ്. പക്ഷെ നമ്മളത് ഫില്ല് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയത് ക്വാളിറ്റി ടൈമാണ്. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടം ക്വാളിറ്റി ടൈം അപ്പുറം സ്പെൻഡ് ചെയ്യുന്നതാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നല്ല രീതിയിലുള്ളൊരു ക്ലാസ് ആയിരുന്നു. വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അച്ഛന് ഞാൻ നന്ദി പറയാണ്. സാബു സാറിനും ഇങ്ങനെ ഒരു സെഷൻ ഒരുക്കി തന്നതിന് നന്ദി പറയാണ്. താങ്ക് യു. താങ്ക് യു സർ. അച്ഛ, വളരെ സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഇന്നത്തെ ദിവസം ക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു മെസ്സേജ് തരാൻ പറ്റിയ വിധത്തിലുള്ള ആളെ സാബു സാർ കണ്ടെത്തി. അതിൽ പ്രത്യേകം നന്ദി. വാസ്തവത്തിൽ ക്രൂശിലെ സ്നേഹം, ആ ത്യാഗത്തിൻ്റെ മാതൃക, അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ, ഈ മെസ്സേജ് ലോകത്ത് മനുഷ്യൻ അവശേഷിക്കുന്ന അവസാനത്തെ ദിവസം വരെയും പ്രസക്തം. എക്കാലം പിന്നെ അത് മനുഷ്യരാശിക്ക് സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ എന്നും പ്രസക്തമായ ആ സന്ദേശം അതച്ഛൻ വളരെ നന്നായി പ്രസന്റ് ചെയ്തു. പ്രത്യേകിച്ച് ആ സ്നേഹത്തിൻ്റെ ബുക്ക് വായിച്ച് പഞ്ചശീലങ്ങൾ, അത് വളരെ ഉചിതം, ആർക്കും മാതൃകയാക്കാവുന്നത്, വലിയ എഫർട്ടൊന്നുമില്ല, മനസ്സൊന്ന് മാത്രം ഒന്ന് കരുതിയാൽ സാധ്യമാകുന്ന ഒരു കാര്യവും. അതിനുള്ള ഒരു വഴി നമുക്ക് സാധിക്കട്ടെ. ഈ മെസ്സേജിൽ അതിൽ ഉപരിയായിട്ട് എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യം അച്ഛൻ പറഞ്ഞല്ലോ, മെഴുകുതിരി പോലെ സ്വയം മുരുകി തീരുക. എന്നും പ്രതീക്ഷിച്ചിട്ടല്ല, സ്വയം ജ്വലിച്ചും ചുറ്റിലും പ്രകാശം പരത്തുക. ഓ, മഹാത്യാഗം! അതിനേക്കാൾ വലിയൊരു ജീവിതധർമ്മം മറ്റൊന്നില്ല. സാധ്യമാകുന്നിടത്തോളം നമുക്കും ശ്രമിക്കാം. എല്ലാവർക്കും അതിനെ കഴിയട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സരസ്വതി മാം, വല്യമ്മ മാം, ഉഷാകുമാരി മാമിന് പറയൂ. നമസ്കാരം. ഫാദറിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ദിവസത്തിനല്ല, ജീവിതത്തിൽ എന്നും നമ്മൾ പാലിക്കേണ്ട കുറെ സന്ദേശങ്ങളുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഓൾ. സോ താങ്ക് യു വൺസ് അഗൈൻ. അച്ഛൻ്റെ ഒരു കൺക്ലൂഷനോടെ പറഞ്ഞ് നമുക്ക് നടത്താം. അച്ഛനൊന്ന് കൺക്ലൂഡ് ചെയ്ത് നടത്താം. കേൾക്കുന്നുണ്ടോ?
മ്യൂട്ട് ആവുന്നില്ല. സാബു സാർ ഒച്ച കുറച്ച് കുറവാണ് സാർ. ഓക്കെ. അച്ഛാ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് അവസാനിക്കാം. അച്ഛൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. ശരി ശരി. സാറേ ശരിയാ, സാറിന്റെ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ട് കേട്ടില്ലായിരുന്നു. സോറി. ഇന്ന് ഞാൻ വളരെ വേഗമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ രാവിലെ തൊട്ട് ഒരു 3:30 വരെയുള്ള ശുശ്രൂഷകളും അത് കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടാണ് കൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നത്, അല്ലെ പള്ളി തന്നെ സ്റ്റേ ചെയ്തിട്ടുള്ളായിരുന്നു. എന്തായാലും സാബു സാറ് നല്ലൊരു അവസരം തന്നു. അതിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ച, അതുപോലെ അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഞാൻ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ അഭിനന്ദനങ്ങളെ ശ്രദ്ധിച്ചു കേട്ടു. ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് മനസ്സിൽ ഒരു സന്തോഷം നൽകുന്ന നല്ല അഭിപ്രായങ്ങൾക്ക് എന്നും എപ്പോഴും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. So, താങ്ക് യു വൺസ് അഗെയിൻ. അച്ഛനോട് എല്ലാ സ്നേഹങ്ങളും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി തന്ന, നമുക്ക് ജീവിതത്തിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. Good night.